നിങ്ങൾ സ്കാൻ ഉണ്ടാക്കിയോ? കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കീഴടങ്ങിയ വിനീത രാധാകുമാരി എന്നിവരുമായി OBY എന്ന ബൊട്ടീക്കിൽ നടത്തിയ തെളിവെടുപ്പിൽ തട്ടിപ്പിലൂടെ കൂടുതൽ തുക എത്തിയത് സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്ന വലിയതുറ സ്വദേശിനി ദിവ്യ ഫ്രാങ്ക്ലിൻ്റെ അക്കൗണ്ടിലേക്കാണെന്ന് പ്രതികൾ വെളിപ്പെടുത്തിയിരുന്നു. കേസിലെ രണ്ടാം പ്രതിയായ ദിവ്യയുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് 40 ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയതായി സ്ഥിരീകരിച്ചത്. തട്ടിയെടുത്ത പണം എന്ത് ചെയ്തെന്ന ചോദ്യത്തിന് യുവതിയുടെ മറുപടി ഇങ്ങനെ: നിങ്ങൾ പൈസ കിട്ടിയാൽ എന്താണ് സാധാരണ ചെയ്യുന്നത്? ഒരു 1500 രൂപ കിട്ടി, അപ്പം എന്ത് ചെയ്യും? അപ്പോൾ തന്നെ അതെങ്ങനെ ഗൂഗിൾ പേ ചെയ്തു? അതായത് ഇവിടുന്ന് ഇപ്പൊ കിട്ടിയത് നിങ്ങൾ എല്ലാവരും ഈക്വലായിട്ട് തന്നെയാണ്. ക്രമക്കേടിലൂടെ സമ്പാദിച്ച പണം ഉപയോഗിച്ച് സ്വർണവും വിലപിടിപ്പുള്ള വസ്തുക്കളും വാങ്ങിയതായും പ്രതി മൊഴി നൽകി. അതേസമയം അന്വേഷണ സംഘത്തിന്റെ പല ചോദ്യങ്ങളോടും പരസ്പര വിരുദ്ധമായാണ് ദിവ്യ പ്രതികരിച്ചത്. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ദിവ്യയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റി. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം.